കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സീനിയർ സിറ്റിസൺസ് ഫോറം ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. മങ്കുഴി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയും ഓർത്തഡോക്സ് സഭ മാവേലിക്കര മെത്രാസന MDM സ്കൂളിന്റെ വൈസ് പ്രസിഡന്റുമായ ഫാദർ ജോയ്സ് വി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ മതേതര കൂട്ടായ്മയായ സീനിയർ സിറ്റിസൺ ഫോറം ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഫോറം പ്രസിഡന്റ് KJ ജോർജിന്റെ അധ്യക്ഷതയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് സ്വർഗ തുല്യമായിട്ട് ഈശ്വര ചിന്തയോടുകൂടി തന്നെ സൽപ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്വർഗീയ അന്തരീക്ഷം ഭൂമിയിൽ സൃഷ്ടിക്കുക എന്നതിനു വേണ്ടിയായിരുന്നു മനുഷ്യനെ ജഗതീശ്വരൻ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചത്. പക്ഷേ ജഗതീശ്വരന്റെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി. മനുഷ്യന് എങ്ങനെയും അവന്റെ ഒരു ദുരാഗ്രഹം ജന്മന ജഗതീശ്വരൻ സൃഷ്ടിച്ച കാലം മുതലേ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജഗതീശ്വരന്റെ മുകളിൽ എങ്ങനെ കഴിവുള്ളവനായി തീരാം എന്നുള്ളതായിരുന്നു ഈശ്വരൻ സൃഷ്ടിച്ച മനുഷ്യന്റെ കുബുദ്ധിയിൽ വന്ന് ഉദിച്ച ചില കാര്യങ്ങൾ. ഭൂമിയിൽ അവൻ വിരാജിച്ചിരുന്ന കാലത്തോളം ഒട്ടുമേ നല്ല കാര്യങ്ങളല്ലാതെ ഈശ്വര ചിന്തയ്ക്ക് ഈശ്വര ഇച്ഛയ്ക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ മനുഷ്യൻ കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഈശ്വരന്റെ ചിന്തയ്ക്കെതിരായിട്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോ ഇതിന് ഒരു തടയിടണം എന്ന് ജഗതീശ്വരൻ തീരുമാനിച്ചു. അങ്ങനെ ജഗതീശ്വരന്റെ ചിന്തയുടെ ഫലമായിട്ടാണ് ഒന്നുകിൽ ജഗതീശ്വരൻ പ്രവാചകന്മാരെ അതല്ലെങ്കിൽ ദൈവപുത്രന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൈവപുത്രന്മാര് എന്ന് പറയുന്നവരാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ ജന്മദിനം നബിദിനം ആഘോഷിക്കുന്നു നമ്മൾ. കൃഷ്ണ ഭഗവാന്റെ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതേപോലെ തന്നെയാണ് ദൈവപുത്രനായിട്ട് ദൈവഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ച ക്രിസ്തുദേവന്റെ ജന്മദിനം, അതാണ് ക്രിസ്തു. അപ്പൊ ഇവരെയൊക്കെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ്. മേളനം മങ്കുഴി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയും ഓർത്തഡോക്സ് സഭ മാവേലിക്കര മെത്രാസന MDM സ്കൂളിന്റെ വൈസ് പ്രസിഡന്റുമായ ഫാദർ ജോയ്സ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു. വേദപുസ്തകത്തിൽ ബൈബിളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകം, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളോട് നോക്കി ചോദിച്ച് അതിൽ നടത്തി, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും എന്നൊരു വാചകം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളോട് നോക്കി ചോദിച്ച് അതിൽ നടത്തി, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വിശ്രമമല്ല, വിശ്രാമമാണ്. അത് കുറച്ചുകൂടി ആഴവും അർത്ഥവുമുള്ള ഒരു വാക്ക് തന്നെയാണ്. മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വഴി തെറ്റുന്നുണ്ട്, എവിടെയെങ്കിലും വഴിയെക്കുറിച്ചൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊരു U-turn എടുത്തിട്ട് തിരിച്ചു ചെന്ന് പഴയ പാതകളോട് നോക്കി ചോദിച്ച് അതിൽ നടപ്പിനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭഗവത്ഗീതയിലും ഖുറാനിലും ഇതിന് തുല്യമായ പരാമർശങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്റെ വഴി നേരായ വഴിയാണ് ഖുറാനിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രേയസ്സല്ല ശ്രേയസ്സാണെന്ന് വേണ്ടതെന്ന് ഉപനിഷത്തിലും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഴയ പാത എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും 60 വയസ്സ് കഴിയുന്ന അല്ലെങ്കിൽ 60 വയസ്സിൽ തുടങ്ങിയ മനുഷ്യർക്ക് അവരുടെ ജീവിതയാത്ര, അവരുടെ ജീവിതത്തിന്റെ പാത പഴകിയതാണെന്നുള്ള ഒരർത്ഥത്തിലല്ല. നേരെ മറിച്ച് ഞങ്ങളെപ്പോലുള്ള തലമുറയ്ക്ക് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഊർജം നൽകുന്ന മനുഷ്യരാണ് നിങ്ങൾ. ഊർജം നൽകുന്ന മനുഷ്യർ. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന 3 കാര്യങ്ങൾ, പ്രൈമറി നീഡ്സ്, അതിനെക്കുറിച്ച് നമ്മൾ 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ആഹാരം, വസ്ത്രം, പാർപ്പിടം. നോക്കൂ, ഒരു കാലത്ത് നമ്മൾ പഠിച്ചതാണ് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളാണിതെന്ന്, പ്രൈമറി നീഡ്സ് ആണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക്, എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഇത് പ്രൈമറി നീഡ്സ് ആവുന്നുണ്ടോ? ആഹാരം ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, അവരൊക്കെ തീർച്ചയായിട്ടും ആഹാരത്തിന് വേണ്ടി കാക്ഷിച്ച, പ്രാർത്ഥിച്ച, അന്വേഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസ്ത്രത്തിന് വേണ്ടി. റിട്ടയർഡ് കോളേജ് അധ്യാപകനും എഴുത്തുകാരനും വാഗ്മിയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ കോർഡിനേറ്ററുമായ പ്രയാർ P. രാധാകൃഷ്ണക്കുറുപ്പ് മുഖ്യ സന്ദേശം നൽകി. ജീവൻ B, രഞ്ജൻ മാത്യു, രഘുനാഥ്, ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. അബിഗേൽ, ജോർജ് തോമസ്, നാസറുദ്ദീൻ എന്നിവരുടെ ഗാനങ്ങൾ സമ്മേളനത്തിന് മാറ്റുകൂട്ടി. CDNet ന്യൂസ്, കായംകുളം.